ആയിക്കോട്ടെ, നമുക്കിന്ന് നെയ്പ്പത്തിൽ ഉണ്ടാക്കിയാലോ. അതിന് വേണ്ടത് ആദ്യം അരി അരച്ചെടുക്കുക. അരിൻ്റെ കൂടെ കുറച്ച് ഉള്ളിയും തേങ്ങയും ജീരകവും മിക്സ് ചെയ്യുന്നത് ഏറ്റവും നല്ലതാണ്. നല്ല ടേസ്റ്റ് ഉണ്ടാവും. അതിൻ്റെ തന്നെ നല്ല ഉരുട്ടി എടുത്തിട്ട് നല്ല റൗണ്ടായിട്ട് പരത്തി എടുക്കുക കേട്ടോ. നല്ല റൗണ്ടായിട്ട് പരത്തി എടുത്തിട്ട് ആർക്കോ വേണ്ടി തിളച്ച് മറിയുന്ന ഒരു വെളിച്ചെണ്ണ ഉണ്ട് അവിടെ, അതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കുക. നല്ല ഇടുമ്പോൾ കച്ചകച്ചേന്നുള്ള സൗണ്ടൊക്കെ വരും കേട്ടോ. അതിലിട്ട് കൊടുക്കുക. അപ്പോൾ പെട്ടെന്ന് തന്നെ പൊന്തും, നല്ല അടിപൊളിയായിട്ട് പൊന്തി വരും. അതിൻ്റെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കണം. രണ്ട് സൈഡിലും പാകത്തിന് ആയാൽ അത് മെല്ലെ എടുത്ത് വേറെ പ്ലേറ്റിലേക്ക് മാറ്റിയിടണം. നല്ല റോസ് കളറാവും. നല്ല എണ്ണ നല്ലോണം ഊറ്റിക്കള, അല്ലെങ്കിൽ അതിൽ എണ്ണ അല്ലാണ്ട് കുടിക്കും. എണ്ണ നല്ലോണം ഊറ്റിക്കളണം. ഇത് ശരിക്ക് നമ്മൾ കറിയൊന്നും ഇല്ലാണ്ട് തിന്നാം, നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ, കറിയൊന്നും ഇല്ലാണ്ട്. പക്ഷെ നമ്മൾ ഇന്ന് കടലക്കറി ഉണ്ടാക്കിയിട്ടുണ്ട്. കടലക്കറി കൂട്ടിയിട്ടാണ് നമ്മൾ തിന്നുന്നത്. കറീൻ്റെ ആവശ്യമില്ല, എന്നാലും കടലക്കറി കുട്ടികളെന്ന് തിന്നാൻ കടലക്കറി ഇല്ലെങ്കിൽ തിന്നില്ല. അപ്പോൾ ഇതാ നമ്മളിത് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിനാണ് ഉണ്ടാക്കിയത്. അപ്പോൾ ഞാൻ കഴിക്കാൻ പോവാണ്. അപ്പോൾ വേണ്ടവർ പെട്ടെന്ന് വന്നോളി, ഇപ്പം തീരും. അപ്പോൾ ഞാൻ കഴിക്കുവാണ്. എൻ്റെ പൊന്നെ, ഇത് കൂട്ടി തിന്നുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് വേറെ തന്നെ കേട്ടോ, സൂപ്പറാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായാലും ഷെയർ ചെയ്യാൻ മറക്കണ്ട. ഓക്കെ, ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്.